പ്രളയത്തിന് നമ്മുടെ കേരളം മുങ്ങിത്താന്നുകൊണ്ടിരിക്കുമ്പോൾ ഇറക്കി അരിക്കി കണക്ക് ചോദിച്ച് പണം വാങ്ങിയ ആൾക്കളെ നിങ്ങൾ ഓരോ പൈസക്ക് അല്ലല്ല നിക്ക് ഞാൻ പറയട്ടെ അങ്ങോട്ട് കേക്ക്. കേരളത്തിൽ ഇറക്കി അരിക്കി ഓരോ കണക്ക് പറഞ്ഞ് പണം വാങ്ങിയ ആളാണ് BJP ഭരിക്കുന്നത്. പിന്നെ ഈ ചർച്ച നിങ്ങൾ രണ്ടാളും കൂടി വഴിതിരിച്ചു വിടുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വ്യക്തിപരമായ ആരോപണങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ്. രാധാകൃഷ്ണൻ്റെ പുറകിലൊക്കെ അന്വേഷിക്കേണ്ട ആവശ്യം എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളോടുകൂടി ചോദിച്ചാൽ പോലും പറഞ്ഞു തരും രാധാകൃഷ്ണൻ എങ്ങനെയാണ് ജീവിച്ചു വന്നത്, എങ്ങനെയാണ് ജീവിച്ചു വന്നത്. ഒരു മിനിറ്റ് രാധാകൃഷ്ണനെ കുറിച്ച് കുട്ടികളോട് ചോദിച്ചാൽ പോലും അവർ പറഞ്ഞു തരും. പിന്നെ വയനാട്ടില് സ്വന്തം കൊടി പോലും ഉയർത്തിയിട്ട് വോട്ട് ചോദിക്കാൻ പറ്റാത്ത ഈ രാഹുൽ ഗാന്ധി എങ്ങനെ ദേശീയ നിലപാട് ഉയർത്തിപ്പിടിക്കുമെന്നാണ് ന്യൂനപക്ഷത്തിന്റെ അവകാശം രക്ഷിക്കും. എന്താ അവിടുത്തെ മണ്ഡലത്തിലെ പൊതുചിത്രം? ന്യൂനപക്ഷങ്ങളെ കശാപ്പ് ചെയ്യുന്ന ഒരു സംവിധാനത്തിലാണ് BJP പോകുന്നതെങ്കിൽ അവർക്ക് കൊടപിടിക്കുന്ന ഒരു സംവിധാനമാണ് കോൺഗ്രസ് ചെയ്യുന്നത്. ഈ രണ്ട് കക്ഷികളും കൂടി ഇന്ത്യ രാജ്യം 52 വർഷം ഭരിച്ച ഒരു കോൺഗ്രസ് ആണ് ഇന്ന് കേരളത്തിൽ വയനാട് എന്ന് പറയുന്ന ഒരു മൂലയിൽ വന്ന് ഒളിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഒരാണത്തമുള്ള ഒരു അന്തസ്സുള്ള കോൺഗ്രസ്സുകാരനാണെങ്കിൽ BJPക്ക് ശക്തമായി വേരോട്ടമുള്ള ഒരു മണ്ഡലത്തിൽ മത്സരിക്കാൻ കഴിയണ്ടേ? ഡൽഹിയിൽ സീതാറാം യെച്ചൂരി ആർക്കാ വോട്ട് ചെയ്യുന്നത്? ഡൽഹിയിലെ സീതാറാം യെച്ചൂരി വോട്ട് ചെയ്യുന്നത് അവിടെ മുന്നണി സംവിധാനത്തിലാണ്. ആർക്കാ? അവിടെ ഇടതുപക്ഷ മുന്നണി സംവിധാനത്തിലാണ് വോട്ട് ചെയ്യുന്നത്. അല്ല എന്ന് പറഞ്ഞാൽ ഇടതു മുന്നണി സംവിധാനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡൽഹിയിൽ പോയ CPM-നെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസ് അല്ലേ? ഈ ഒളിച്ചിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ കൈയല്ലേ അവിടെ ശരത്ചന്ദ്ര പിടിച്ചിരിക്കുന്നത്? ഓരോ സ്ഥലങ്ങളിലും ഇടതുപക്ഷം രൂപീകരിക്കുന്ന ഒരു വ്യക്തമായ നമ്മൾ അറ്റാക്ക് ചെയ്യുമ്പോൾ അറിഞ്ഞ് അറ്റാക്ക് ചെയ്യണം. ഈ ദേശീയ രാഷ്ട്രീയം പറയുമ്പോ കൊടിസുനിയും രാധാകൃഷ്ണന്റെയും കേരളത്തിലെ കാര്യങ്ങളല്ല പറയേണ്ടത്. ദേശീയ രാഷ്ട്രീയം പറയണം. രാധാകൃഷ്ണൻ ആലത്തൂരിന്റെ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും വിജയത്തിന്റെ വെള്ളിക്കൊടി പാറിച്ചുകൊണ്ട് പരമോന്നതമായ പാർലമെന്റ് മണ്ഡലത്തിൽ എത്തിച്ചേരും. യാതൊരു തർക്കവുമില്ല. അത് MA ഹരിദാസ് പാട്ട് പാടിയാലും വേണ്ടില്ല, നരേന്ദ്രമോദിക്ക് ആരണ്ടി വെച്ചാലും വേണ്ടില്ല. രാധാകൃഷ്ണൻ വിജയത്തിന്റെ വെള്ളിക്കൊടിയും കൊണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ എത്തിച്ചേരും. എന്താണ് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്, NDAക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കാനുള്ള അർഹത പോലും ഇല്ല എന്നുള്ളതാണ്. ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ വാഗ്ദാനം ചെയ്ത 2 കോടി തൊഴിലിനെ കുറിച്ചാണ്. ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഈ നാടിൻ്റെ പൊതുമേഖലകളെ വിറ്റഴിക്കുന്നതിനെ കുറിച്ചാണ്. ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് BSNL-നെ കുറിച്ചും BPCL-നെ കുറിച്ചും ഈ രാജ്യത്തെ എയർപോർട്ടുകളെ കുറിച്ചും സീപോർട്ടുകളെ കുറിച്ചുമാണ്. മാത്രമല്ല പാലക്കാട് ബെമലിനെ കുറിച്ചാണ്. ഇതെല്ലാം ഇലക്ട്രൽ ബോണ്ട് എന്ന അച്ചാരം വാങ്ങി നമ്മുടെ രാജ്യത്തിന്റെ പൊതുമുതലുകൾ കോർപ്പറേറ്റുകൾക്ക് വിട്ടുതുലയ്ക്കുമ്പോൾ അതിനെതിരെ ഒരു വരി പോലും പാർലമെന്റിനകത്ത് ഒരു വിരൽ പൊന്തിച്ച് പറയാൻ പോലും ധൈര്യം കാണിക്കാത്ത പാർലമെന്റ് അംഗങ്ങളാണ് UDF-നുള്ളത്. ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടില്ല. വിശേഷ നമ്മുടെ വനിത കൂടിയാണ് നമ്മുടെ പാർലമെന്റ് അംഗം. മണിപ്പൂരിനകത്ത് സ്ത്രീകളെ വിവസ്ത്രരാക്കി തെരുവിലൂടെ നടത്തിക്കൊണ്ടു പോകുമ്പോ പാർലമെന്റിനകത്ത് വേണ്ട വടക്കഞ്ചേരി അങ്ങാടിയിൽ പോലും ഒരു വാക്ക് കൊണ്ടുപോകാനും പ്രതിഷേധിക്കുന്നതിന് അതുകൊണ്ട് വൻ പരാജയമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ചോദിക്കാനുള്ളത് NDAക്കും UDF-നും ഈ തെരഞ്ഞെടുപ്പ് കനത്ത പ്രഹരമായിരിക്കുമോ എന്നാണ് 3 പേരോടുമുള്ള ചോദ്യം. ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇവിടെ ആദ്യം ഈ ചർച്ച തുടങ്ങിയപ്പോൾ നമ്മുടെ ആലത്തൂരിന് പ്രതിനിധാനം ചെയ്യുന്ന MLA പ്രസേൻ സാറ് പറയുണ്ടായി പിണറായി സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് ഒരു ജനങ്ങൾ മുന്നോട്ട് വരുന്നില്ല എന്ന്. ഞാനൊരു ഉദ്യോഗാർത്ഥിയാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നിയമസഭയെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് സാറ് 4 വർഷത്തോളമായി ഇവിടെ നിൽക്കുന്നുണ്ട്. ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ. എൻ്റെ ചുറ്റും സ്ത്രീകളായിട്ടും പുരുഷന്മാരായിട്ടും എത്ര PSCക്ക് സ്റ്റഡി ചെയ്യുന്നവരുണ്ട്, ഉദ്യോഗാർത്ഥികളുണ്ട്. ഒരു കാര്യം ചോദിക്കുകയാണ്. 530 കാറ്റഗറി നമ്പറിൽ 2019 2 ഘട്ടങ്ങളായിട്ട് CPO എക്സാം എഴുതിയ വിദ്യാർത്ഥികൾ അവർക്ക് വേണ്ടി എന്ത് ചെയ്തു? റാങ്ക് ലിസ്റ്റില് 13,975 വിദ്യാർത്ഥികൾ ഉൾപ്പെട്ടിട്ടും 4,209 പേർക്ക് മാത്രമേ നിയമോപദേശം കിട്ടിയിട്ടുള്ളൂ. അപ്പോ ഈ പറയുന്ന MLA ഈ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി എന്ത് ഇതാണ് അവിടെ ശബ്ദിച്ചിരിക്കുന്നത്? എന്താ മണ്ഡലത്തിലെ രാഷ്ട്രീയ ചിത്രം എന്താ? ഈ മണ്ഡലത്തിൽ പറയുമ്പോ BJP-യുടെ ഒരു രാഷ്ട്രീയത്തെ ഈ ആലത്തൂരിന്റെ മണ്ഡലം ഒരിക്കലും വാഴിക്കില്ല. അതുപോലെ തന്നെ CPM-ന്റെ രാഷ്ട്രീയം പറയുകയാണെങ്കിൽ കൊടിസുനി
തനിക്കും മറ്റാളുകൾക്കും കൂട്ടുനിന്ന കെ രാധാകൃഷ്ണത്തിന് ബോംബുണ്ടാക്കുന്ന CPM-കാരെ ആലത്തൂരുകാർ തിരിച്ചറിയും. കോൺഗ്രസ് തന്നെ ജയിക്കും. ഇന്ത്യയിലെ ഒരു മതേതര മുന്നണി ഉണ്ടാകാൻ രാഹുൽ ഗാന്ധി വരണം. മുന്നണിയല്ല സാർ ഇത്, നിങ്ങളുടെ മുന്നണിയല്ലേ ഇത്? ഞങ്ങൾ പറയാം, ഭാരത് ജോഡോ യാത്ര നടത്തിയപ്പോ അതിന് തെരുവീതിയിലും പൊറോട്ടയാണെന്ന് പറഞ്ഞ ഈ CPM-ന്റെ കേരള ഘടകത്തെ ഞങ്ങൾ പുച്ഛിച്ച് തള്ളുന്നു. ഈ മണ്ഡലത്തിൽ ഇവിടെ പറയുന്നത് പോലെ UDF-ഉം LDF-ഉം തമ്മിലുള്ള മത്സരം BJP-ക്ക് ഇവിടെ പ്രസക്തി ഇല്ല എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, LDF-ന്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പ്രകടന പത്രികയിൽ അവർ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു അടിസ്ഥാന കാര്യം നടപ്പിലാക്കിയിട്ടുണ്ടോ? ഇവിടെ 250 രൂപ റബ്ബറിന് താങ്ങുവില പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ ആൾക്കാർ ഇതുവരെ അതിനുവേണ്ടി ഒരു ചെറുവില അനക്കിയിട്ടില്ല. ഒരു സബ്മിഷൻ പോലും നിയമസഭയിൽ വെച്ചിട്ടില്ല. 9 കോടി രൂപ നവകേരള സദസ്സിന് വേണ്ടി ഉപയോഗിച്ചിട്ട് അതിനെതിരെ പിണറായി വിജയന്റെ ക്യാബിനറ്റിൽ ഇരുന്നുകൊണ്ട് കെ രാധാകൃഷ്ണന് ഇത് പറ്റില്ല എന്ന് പറയാനുള്ള ആർജവം ഉണ്ടായിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇവരൊരു പ്രകടന പത്രിക തയ്യാറാക്കിയിട്ട് ഒരു ചോദ്യം കൂടി. LDF-ന്റെ സർ 2019 പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് 20 സീറ്റിൽ 19 സീറ്റും UDF വിജയിച്ചു. ഇപ്പൊ 2024 തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. സർ, 20 സീറ്റിൽ 20 സീറ്റും LDF ജയിക്കുകയാണെങ്കിൽ പാർലമെന്റിൽ നിങ്ങൾക്ക് ആർക്ക് വേണ്ടി കൈവക്കും?